പഴയ നിയമത്തിൽ സൃഷ്ടികർത്താവായ യഹോവ, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം, വെളിപ്പാടിലെ ഇടിനാദവും സർവശക്തനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് സഭ ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന ഈ ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. ഇല്ലാഞ്ഞാൽ നന്നല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് പോൾ രാജ്, തിരുവനന്തപുരം നെയ്യാറ്റിൻകര. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് റോമർ 10:9 പ്രകാരം യേശുവിനെ കർത്താവെന്ന്, അതായത് പുത്രൻ തന്നെ പിതാവ് എന്ന കാര്യം നമുക്ക് മനസ്സിലായി. ദൈവവചനം മനസ്സിലായവർക്ക് അത് മനസ്സിലായി. ഇനി ഇതിൽ നിന്ന് ഇടറിപ്പോകരുത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ കള്ളനാകുന്നു. എന്നാൽ ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിയിലുള്ള എല്ലാ പള്ളിക്കാർക്കും അറിയാം യേശുവാണ് കർത്താവ് എന്നറിയാം. പക്ഷേ പുത്രനാണ് പിതാവ് എന്ന് പറഞ്ഞാൽ അവിടെ ഇടറിപ്പോവുകയാണ്. അതുപോലെ യേശുവാണ് ക്രിസ്തു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ യേശു ആണ് ഈ ക്രിസ്തു എന്ന് വെച്ചാൽ എന്താണ് എന്നറിയണം. യേശു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവാണ്. യേശു എന്ന് വെച്ചാൽ പിതാവാണ്. ഇതാരും സമ്മതിക്കുക. യേശുവാണ് നിത്യപിതാവ്, യേശുവാണ് ക്രിസ്തു, ക്രിസ്തു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്. ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഇത് മൂന്നും തിരിച്ചറിഞ്ഞിട്ട് വേണം സ്നാനപ്പെടാൻ. കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട അനേകർ ഇരിപ്പുണ്ട്. അവർ പഠിപ്പിക്കുന്ന അനേകം ഉപദേശങ്ങൾ തെറ്റാണ്. യേശു നാമ സഭ, UPC, അങ്ങനെ അപ്പോസ്തലിക ദൈവസഭ, അങ്ങനെ ഒത്തിരി പേരുണ്ട്, ധാരാളം പേര് എന്നെ വിളിക്കുന്നുണ്ട്. അതിനകത്ത് പഠിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ തെറ്റാണ്. ശരിയായ ആഹാരമാണ് ജീവനെ കൊണ്ടുവരുന്നത്. വീണ്ടും ജനനം പ്രാപിച്ചു എന്ന് പറയുന്നു. പക്ഷേ ആത്മീയ വർധനവിന് വേണ്ടിയിട്ട് ജീവൻ്റെ വചനം നൽകാതെ ദുരുപദേശം നൽകാൻ എന്ത് ചെയ്യും? അപ്പം നിനക്ക് മാത്രമേ അറിയാവുന്നില്ല. അത് കാലത്തികവിൽ ദൈവം ഒരു വ്യക്തിയിലൂടെ വെളിപ്പെടുത്തിയതാണ്. ആ വ്യക്തിയിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ജനത്തോട് പറയുകയാണ്. ബൈബിളിലെ വചനമാണ് ആദ്യം പറയുന്നത്. ഇത് കേട്ട് വിശ്വസിക്കുന്നവരാണ് കളപ്പുര ശേഖരിക്കേണ്ടത്. ഗോതമ്പ് വിതച്ചിരിക്കുകയാണ് ഇവിടെ, പക്ഷേ കളകളാണ് തിങ്ങി. ഈ കറുപ്പാണ് കളകൾ. ഗോതമ്പ് ഈ കാലം ആകുമ്പോഴത്തേക്ക് ഈ വെള്ള കാണുന്നതാണ് ഗോതമ്പ്. അല്പമേ ഉള്ളൂ. പെന്തക്കോസ്ത് കുറച്ച് ഉണ്ടായിരുന്നു. ഇതിന് ഇത്രയും ഇടയിൽ നിന്നാണ് ഇനി വിശ്വസിക്കുന്നവരെ ഈ കൊയ്ത്തോളം വളരട്ടെ എന്നാണ്. കൊയ്ത്തിൻ്റെ നാളിൽ യജമാനൻ ദൂതന്മാരെ അയച്ചിട്ട് ഗോതമ്പിനെ കളപ്പുരയിലേക്ക്. ഇപ്പോൾ 7ാമത്തെ സഭയാണ് കളപ്പുര. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കുതിര, ചുവന്ന കുതിര, കറുത്ത കുതിര, വെള്ളക്കുതിര, ഈ 3 നിറവും കൂടെ ചേർന്നതാണ് ഇന്നത്തെ ലവോദിക്ക സഭാകാലം. ഏതാണ് ശരി, ഏതാണ് തെറ്റെന്നറിയാത്ത, അതായത് 1ാമത്തെ കുതിര മുദ്രയൊക്കെ പൊട്ടിച്ചു. 1ാമത്തെ കുതിരപ്പുറത്തുള്ളവൻ അന്നേ പുറപ്പെട്ടു വന്നു. ഈ സഭകൾ ബന്ധക്കോസ് വരെയുള്ളവർ പറഞ്ഞ മുദ്രയൊന്നും തുറന്നില്ലാന്ന്. ഇതെല്ലാം പിശാച. ബൈബിൾ കോളേജ് തുടങ്ങിയതേ പിശാച. 1ാമത്തെ മുദ്ര തുറക്കുന്നത് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുന്ന സമയത്തിന് മുമ്പ് തന്നെ 1ാമത്തെ കുതിര പുറത്തുള്ളവൻ പുറത്തു വന്നു. അവൻ സഭയിൽ പുരോഹിതന്റെ വേഷത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 4:12 കർത്താവായ യേശുക്രിസ്തു നാമം കൊടുത്തപ്പോൾ അതിനെ എതിർക്കുന്നവൻ പുരോഹിതനായിരുന്നു. നമുക്ക് സഭയ്ക്ക് പുറത്തുള്ള ഒരു അവിശ്വാസിയെ കൊണ്ടുവന്ന് പറയാണ്, നിങ്ങൾ യേശുക്രിസ്തു നാമം മിണ്ടരുത്, അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്, യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുത്തരുത്, യേശുക്രിസ്തു നാമത്തിൽ വിവാഹം നടത്തരുത്, യേശുക്രിസ്തു നാമത്തിൽ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കരുത്, യേശുക്രിസ്തു നാമത്തിൽ വിവാഹം നടത്തരുത്, യേശുക്രിസ്തു നാമത്തിൽ മരണ അടക്ക ശുശ്രൂഷ ചെയ്യരുത് എന്നൊരു അവിശ്വാസി വന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോഴത്തന്നെ അടിച്ചോടി. കാര്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യരുതെന്നോ? പക്ഷെ പിശാച് ഉപയോഗിക്കുന്ന തന്ത്രമാണ്. യേശു പറഞ്ഞത്, നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവൻ ദൈവപുരുഷനെന്നും BTH എടുത്തതും ഡിഗ്രി എടുത്തതുമായ പുരോഹിതൻ്റെ വേഷം ഇട്ടിരിക്കുന്ന ആരാണെന്നറിയാമോ? ചെന്നായി, ആട്ടിൻ തോലിട്ട ചെന്നായിക്കള. അവർ തന്നെ പറയുന്നു യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടരുത്. പച്ചക്കറി വെച്ചിട്ടുണ്ട് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ. അപ്പോസ്തലപ്രവൃത്തി 2:38, 8:16, 10:48, 19:5 സ്നാനത്തിൻ്റെ ക്ലാസ് ഉടനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നിഷേധിക്കുന്നത് മുഴുവൻ ചെന്നായിക്കളാണ്, ആട്ടിൻ തോലിട്ട ചെന്നായിക്കളാണ്. അപ്പോൾ ഈ ഇവിടെ വിതച്ച വിത്ത് ഇപ്പോൾ ഈ 4 കളർ ഓരോ സമയത്ത് കുതിരപ്പുറം എല്ലാ കുതിരപ്പുറത്തുള്ളവരും വന്നു കഴിഞ്ഞു. അവൻ്റെ മങ്ങിയ ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റെന്നറിയാതെ അങ്ങനെ കലങ്ങിയിരിക്കുന്ന സമയത്താണ് ഒരു ചെറു വെളിച്ചവുമായിട്ട് ദൈവത്തിൻ്റെ വചനവുമായിട്ട് വരുന്നത്. അവർ കളപ്പുരയിൽ ശേഖരിക്കപ്പെടണം. അവർ മാത്രം, ബാക്കിയുള്ളവരാരും വരികയില്ല, അവരെ ഉദ്ദേശിക്കുന്നതുമില്ല. 1 യോഹന്നാൻ 2:22 യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു? ശ്രദ്ധിച്ചു കേൾക്കുക. യേശുവിനെ ക്രിസ്തു എന്ന് പറയുന്നവരാണ് ഭൂമിയിലെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന എല്ലാവരും. ഒരു അവിശ്വാസിയുടെ ബൈബിൾ വായിച്ചാലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തി. ഒരു ക്രിസ്തു വിശ്വാസി പരിശുദ്ധാത്മാവ് പ്രാപിച്ച് സ്വർഗീയ പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടി എന്ന വ്യക്തി, അദ്ദേഹം ബൈബിൾ വായിച്ചാലും 3 വ്യക്തി. ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരുവൻ ഇപ്പോൾ അതുപോലെ യേശുവാണ് കർത്താവ്, അത് പിതാവിൻ്റെ നാമമാണ് കർത്താവ്, പുത്രൻ്റെ നാമം യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ് ക്രിസ്തു. അവൻ വെളിപ്പെട്ടവൻ കർത്താവ് യേശു ക്രിസ്തു നാമം സ്ഥാനപ്പെടും. അപ്പോൾ എങ്കൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. ഇവരെല്ലാം ഈ അക്ഷരിക നാമം കൊണ്ടൊന്ന് ആത്മനാമം തള്ളുന്നു. അപ്പോൾ ഇവിടെ
യേശുവിനെ ക്രിസ്തു നിഷേധിക്കുന്നവനല്ലാതെ ആരാകുന്നു കള്ളൻ? അപ്പോൾ ക്രിസ്ത്യാനികൾ പറയുന്നത് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാനല്ല, എന്തായിട്ട് നോക്കുക. എന്താണത്? അതായത് ഈ പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് വിശ്വസിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ കള്ളൻ അല്ല എന്നും എതിർ ക്രിസ്തു അല്ല എന്നും ക്രിസ്തു മനസ്സിലാക്കുകയുള്ളൂ. ഇതിൻ്റെ ഉദാഹരണം മാർക്കോസിൻ്റെ സുവിശേഷം 8:29. അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന്, നീ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് പറഞ്ഞു. യേശുവിനെ നോക്കിയിട്ട് പറയുന്നത്, നീ ക്രിസ്തു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നിടത്തുണ്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തു എന്നുണ്ട്. ഇവിടെ നീ ക്രിസ്തു, ഒറ്റ വാക്ക്, നീ തന്നെ ക്രിസ്തു. അതായത് നീ തന്നെയാണ് പരിശുദ്ധാത്മാവ്, നീ പോയിട്ടാണ് മടങ്ങി വരാൻ പോകുന്നത് എന്ന് മുൻകണ്ടവനാണ് പത്രോസ്. അവനാണ് പറഞ്ഞത് നീ ക്രിസ്തു. അപ്പോൾ യേശുവിനെ ക്രിസ്തു എന്ന് പഠിപ്പിച്ചു, അതെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ വെളിപ്പാട് അറിയണം, ഈ യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ്. വന്നിട്ട് തിരിച്ചറിയുന്നതല്ല, വന്നിട്ട് ഞാനാണ് കുറച്ച് സമയം മുമ്പ് ശരീരത്തിലൂടെ വന്നത് കേട്ടോ, നിങ്ങൾ എന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞു തരല്ല. ആ കാണാൻ കഴിയാത്ത രഹസ്യത്തെ ആത്മക്കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നവനാണ് കാഴ്ച പ്രാപിച്ചവൻ. ബാക്കിയെല്ലാം ആത്മീയ കുരുടരാണ്. അവർക്ക് കാഴ്ച നൽകാനാണ് ഇപ്പോൾ ഈ വചനങ്ങളെല്ലാം പറയുന്നത്. കാണുന്നു എന്ന് പറയുന്നവൻ കാണുന്നില്ല എന്നും, കാണുന്നില്ല എന്ന് പറയുന്നവനെ കാണിക്കാനുമാണ് ഈ സുവിശേഷം ഇപ്പോൾ അറിയിക്കുന്നത്. അപ്പോൾ നീ ക്രിസ്തു എന്ന് പറഞ്ഞു. യേശു പോയ ശേഷം വന്ന പരിശുദ്ധാത്മാവ് ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. യോഹന്നാൻ 14:26. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. നോക്കൂ, ഇവിടെ തന്നെ പറയുന്നു ഞാൻ പോയ ശേഷം മറ്റൊരു കാര്യസ്ഥൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ആദ്യം മരണത്തിന് വേണ്ടി പറയും, അതിനുശേഷം ജീവനായിട്ടുള്ളത് പറയും. ഇനി നോക്കുക, അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പം എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. അപ്പോൾ ഉപദേശകനാരാണ്? പരിശുദ്ധാത്മാവ്. അവൻ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അപ്പം യേശു പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിക്കുക എന്ന ദൗത്യമാണ് ആർക്കുള്ളത്? പരിശുദ്ധാത്മാവിനുള്ളത്. ഈ ദൗത്യം ആർക്കാണ് മനസ്സിലാവുന്നത്? മുൻകുറിക്കപ്പെട്ട വ്യക്തികൾക്കല്ലാതെ മറ്റാർക്കും ഇത് മനസ്സിലാവുകയില്ല. യോഹന്നാൻ 14:16 പറയാണ്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതായത് എന്നേക്കും ഇരിക്കുന്നു പറഞ്ഞാൽ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവ്. മൂന്നാമത്തെ വ്യക്തി എന്ന് തോന്നുന്നു ആര്? പുത്രൻ പറയാണ്, ഞാൻ പോയിട്ട് മറ്റൊരു കാര്യസ്ഥനെ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന്. ഇത് ആക്ഷരികം, മരണത്തിനായി പറഞ്ഞത്. ഇതിൻ്റെ ആത്മീകം പരിശുദ്ധാത്മ ലഭിക്കുമ്പോൾ ദൈവമക്കൾക്ക്, അതായത് ആത്മാവ് വഴി നടത്തുന്നവരാണ്, ദൈവാത്മാവ് വഴി നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ, അവർക്ക് വെളിപ്പെടും. ഇവിടെ രണ്ടിടത്തും പരിശുദ്ധാത്മാവിനെ അയക്കുന്ന ആരാണെന്ന് നോക്കുക. നമ്മളിപ്പം വായിച്ച യോഹന്നാൻ 14:26 യോഹന്നാൻ 14:16 പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് പിതാവാണ് എന്നാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത് ലൂക്കോസ് 24:49 പറയുന്നത്, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലെ അയക്കും. പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് ഞാൻ, രണ്ടുപേരും ചേർന്ന് അയക്കുന്നില്ല, ഞാൻ തന്നെ അവൻ, ഞാനും പിതാവും ഒന്നാകുന്നു. അടുത്ത ഒരു വാക്യം കൂടെ യോഹന്നാൻ 15:26 പറയുന്നു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നോക്കൂ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള, വീണ്ടും പറയുന്നു. അപ്പോൾ യേശു ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് 2 സ്ഥലത്ത്, പിതാവാണ് അയക്കുന്നതെന്ന് 2 സ്ഥലത്ത്. വാസ്തവത്തിൽ ഞാനും പിതാവും ഒന്നാകുന്നു. ഇനി അയക്കുന്നതാണോ? നോക്കൂ, പുറപ്പെട്ടു വരുന്ന, പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വെച്ചാൽ യേശു ഇവിടെ ഭൂമിയിലായിരുന്നു, തിരികെ സ്വർഗീയടങ്ങളിലേക്ക് പോയി ആ ശരീരം സ്വർഗീയടങ്ങളിലാക്കിയിട്ട് ദൈവസിംഹാസനം, അതാണ് പിതാവിൻ്റെ സ്ഥലം, അടുക്കൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. ആരും വിടുന്നില്ല, അവിടെ നിന്ന് തന്നെ സ്വയം ഇറങ്ങി വരികയാണ്. ഇനി അങ്ങനെ വരുന്ന പരിശുദ്ധാത്മാവ് എന്തു പറയുന്നതാണ്? യോഹന്നാൻ 15:26 അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. എന്ത് സാക്ഷ്യമാണ്? ഞാൻ തന്നെ അവൻ, യേശു തന്നെ കർത്താവ്. പരിശുദ്ധാത്മാവ് വരുമ്പോഴല്ലേ വെളിപ്പെടുത്താൻ. പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ കഴിയില്ലെന്നാ. അതാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ആ ദൈവാത്മാവ് പ്രാപിച്ച ദൈവത്തിൻ്റെ പുത്രന്മാർക്കാണ് ദൈവമാരെന്നും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്കും ഈ പുത്രനെ ദൈവം അറിയുന്നു, ദൈവം ഈ പുത്രനെ അറിയുന്നു, മറ്റാരും ആരെയും അറിയുന്നില്ല. ഇവിടെ പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് പുത്രനാണ്, 2 സ്ഥലത്ത് പുത്രനാണ്. വെളിപ്പാട് 15:4 പറയുന്നത്, കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. ഈ വരുന്ന അതാണ് പരിശുദ്ധാത്മാവ്. നീയല്ലോ ഏക പരിശുദ്ധൻ എന്ന് വെച്ചാൽ ഈ ദൈവം ആത്മാവാകുന്നു, ആ ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവായിട്ട് വരുന്നത്. അപ്പം ദൈവം അടുത്ത് ശുശ്രൂഷ ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് എന്ന രൂപത്തിൽ.
യെശയ്യാ പ്രവാചകൻ 6:3 ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. നോക്കൂ, ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ. ഈ സൈന്യങ്ങളുടെ യഹോവ, ഇസ്രായേലിൻ്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ തന്നെയാണ് യേശു ക്രിസ്തു എന്നാണ് നഥനയേൽ പറഞ്ഞത്. യേശു പറഞ്ഞത്, അതെ, ഞാൻ ആകുന്നു ഇസ്രായേലിൻ്റെ രാജാവ്, അവൻ തന്നെയാണ് ഈ ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളോട് ഇരിക്കുമെന്ന് പറഞ്ഞ ഈ ക്രിസ്തു എന്ന പരിശുദ്ധാത്മാവ്. അപ്പോസ്തലൻ പറഞ്ഞ 4:30 പറയുന്നു, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതിനാലും. ഇവിടുത്തെ ഒരു മർമ്മം മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പരിശുദ്ധനെന്ന് അവകാശപ്പെട്ടില്ല, വിശുദ്ധൻ. എന്തുകൊണ്ടാണ്? ഒരു ക്രിസ്തു വിശ്വാസിക്ക് മോഡലായിട്ട് മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യന് വിശുദ്ധൻ എന്ന പദവി വരെ വരാൻ കഴിയുള്ളൂ. പരിശുദ്ധ മറിയം എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവ്, പോപ്പിനെ പറയുന്നത് ശുദ്ധ ഭോഷ്കാണ്, ദൈവത്തിൻ്റെ മഹത്വം സ്വയം അണിയുകയാണ്. മറിയം അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് പൈശാചികമാണ്, അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഇവിടെ പരിശുദ്ധ ദാസൻ എന്ന് പറഞ്ഞ എന്താണ്? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയി ഇപ്പോൾ ആ ദൈവസിംഹാസനത്തിലാണ്. അതാണ് പരിശുദ്ധ ദാസൻ എന്ന് പറഞ്ഞത്. അതായത് ദാസൻ എന്ന വാക്ക് ഉപയോഗിച്ചത് അനുസരിക്കുന്നവൻ എന്നാണ്. ആ പരിശുദ്ധൻ തന്നെയാണ് ഇവിടെ അനുസരിക്കുന്നവനായി വന്നത്. അപ്പോസ്തലൻ 4:30. ഇനി വെളിപ്പാട് 4:8 പറയുന്നു, ഇരിക്കുന്നവനും, ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു എന്നാണ്. ഇരിക്കുന്നവനും, മുമ്പ് ഇരുന്നത് യഹോവ, ഇരുന്നവനും അടുത്തിനി വരുന്നത് യേശു ക്രിസ്തു, സർവശക്തിയുള്ള കർത്താവായ ദൈവം. കണ്ടോ, അവൻ പരിശുദ്ധൻ 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 എന്നവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഇരുന്ന ആളും മുൻപ് ഇരുന്ന ആളും ഇപ്പോൾ പോയിരിക്കുന്നത് യേശുക്രിസ്തു, ഈ വരുന്നത് യേശുക്രിസ്തു, അതെല്ലാം ഒരുവനാണ്, ഒരു ആത്മാവാണ്. അപ്പോൾ പിതാവാണ് പണ്ട് അവിടെ ഇരുന്നത്, ഇപ്പോൾ അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് പുത്രനാണ്, പരിശുദ്ധാത്മാവാണ് വരുന്നവൻ. ഇനി വന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് പരിശുദ്ധന്മാർ. അത് അവൻ ഒരു പരിശുദ്ധനേ ഉള്ളൂ, ദൈവം മാത്രം പരിശുദ്ധൻ. അപ്പോൾ ഒന്നാമത്തെ ദൈവം പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ദൈവം അങ്ങനെ പരിശുദ്ധനാകും, ദൈവം മാത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യബുദ്ധിയിലാണ്. ഇനി അത് വിട്ടുകളയുക, ആ ദൈവം എന്ന പരിശുദ്ധൻ തന്നെയാണ് പരിശുദ്ധാത്മാവും. 2 വ്യക്തിയെന്നോ 3 വ്യക്തിയെന്നോ കാണുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. ഇനി പരിശുദ്ധാത്മാവിന് ആരാണെന്ന് നോക്കുകയാണ് നമ്മൾ. യേശുവിനെ ക്രിസ്തു, ക്രിസ്തു എന്ന് വെച്ചാൽ എന്താണ്? പരിശുദ്ധാത്മ ഞാൻ പറഞ്ഞു. ഇനി ബൈബിൾ അങ്ങനെ പറയുന്നുണ്ടെന്ന് നോക്കുകയാണ്. യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് യേശു പറയണേ, ഞാൻ ഇവിടെ ഞാൻ എന്നാണ് പറയുന്നത്, നിങ്ങളെ എന്ന് പറയുന്നുണ്ട്. അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യേശു പോകുന്നു, പോയിട്ട് തിരികെ വരുമെന്ന ഇവർ പറയുന്ന പ്രകാരം യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് 2000 വർഷം അനാഥരാണ് അവർ. നിങ്ങളെ എന്നാണ് പറയുന്നത്, നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഒരു ചെറിയ കൂട്ടം വരെ. യോഹന്നാൻ 14:16 വീണ്ടും പറയുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകത്തിന് കൊടുക്കുമെന്നല്ല, ക്രിസ്ത്യാനികൾ കൊടുക്കുന്നില്ല, നിങ്ങൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട പ്രീഡെസ്റ്റിനേഷൻ മുൻകുറിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രം. അപ്പോൾ ഞാൻ തന്നെ അവനെന്ന് പഠിപ്പിച്ചു. പഴയതിൽ ദേ പുത്രൻ വേറെ പിതാവ് വേറെ, പിതാവ് അയച്ചിട്ട് പുത്രൻ വന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പിതാവിനോട് ചോദിക്കും മറ്റൊരു കാര്യസ്ഥൻ. അപ്പം മരണത്തിനായിട്ടുള്ള 2, 3 തോന്നുന്ന തരത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മ ദൈവകൽപ്പന പ്രകാരം വിശ്വാസ സ്നാനം കർത്താവ് യേശു ക്രിസ്തു ചെയ്ത് പരിശുദ്ധാത്മ ലഭിക്കുമ്പോൾ ഇത് പിന്നെ തെറ്റിക്കാനോ പറഞ്ഞതെന്ന് ചോദിക്കുന്നവരുണ്ട്. നമുക്ക് ആ ചോദ്യം വരുന്നില്ല, നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതെ, അത് ദൈവത്തിൻ്റെ കൃപയായിരുന്നു. അതെപ്പോഴും അങ്ങനെ. ഏദൻ തോട്ടം മുതൽ മരണവും ജീവനും വെച്ചു, ശാപവും അനുഗ്രഹവും വെച്ചു, നന്മയും തിന്മയും വെച്ചു, രാവും പകലും വെച്ചു, ആകാശവും വായുവിധാനങ്ങളും വെച്ചു, എല്ലാം ഓരോന്നും നോക്കും വേർപെട്ടിരിക്കണമെന്ന ദൈവം ഉൽപ്പത്തി മുതലേ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ സത്യം വ്യക്തമായിട്ടും പിതാവ് പുത്രൻ പരിശുദ്ധാത്മ 3 വ്യക്തിയെന്ന് ഇതുവരെയും പഠിച്ചിരുന്നവർ ഇത് ഒന്നാണെന്ന് മനസ്സിലായാൽ പിന്നെ വേർപെടുക തന്നെ വേണം. കാര്യം യേശു പറഞ്ഞു, എൻ്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച്, ഈ സഭകളുടെ ഇടയിൽ ദൈവം വിതച്ച വിത്ത് മാത്രമേ പേർ ചൊല്ലി വിളിക്ക് പുറത്തേക്ക് കൊണ്ടുള്ളൂ. വേറെ ആരും പോവുകയുമില്ല, വേറെ ആർക്കും ഇത് മനസ്സിലാവുകയുമില്ല. അപ്പോൾ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പം ഈ വരുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് തരുമെന്ന. എന്നിട്ടോ ഈ വരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശുവിനെ പറയണേ, പോകുന്നതിന് മുമ്പേ പറയുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് യേശു പറയണം, ആർക്കാണ് മനസ്സിലാകുന്നത്? യോഹന്നാൻ 14:27 ലോകം അവനെ എന്നാണ് ഇവിടെ പറയുന്നത്, ലോകം അവനെ കാണുകയോ അതായത് ഗ്രഹിക്കുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയില്ല. ലോകമാണ് ഇന്ന് ഈ സമയത്ത് കാണുന്ന, ഈ കാലത്തുള്ളവർക്ക് കണ്ടു. ഓരോ കാലത്തും ദൈവം ഓരോ ഏഞ്ചലിനെ അയച്ചിട്ട് മാർട്ടിൻ
ഇറാനിയോസ്, കൊളംബ, ലൂതർ, വെസ്ലി ഇവരിലൂടെ ദൈവം അതത് കാലത്ത് ദൈവവചനം പറഞ്ഞപ്പോൾ അത് കേട്ട് വിശ്വസിച്ചവർ അന്ന് ആ കാലത്ത് അത് ദൈവത്തിൻ്റെ മക്കളായി. എന്നാൽ കർത്താവിത ഇപ്പം അവസാന ലവോദിക്ക സഭാകാലത്ത് ഒരു ഇടുക്ക് വാതിൽ, വെളിപ്പാട് 3:8 ഒരു വാതിൽ തുറന്നു വെച്ചിട്ട് ഈ വാതിൽ വഴിയായിട്ടാണ് ദൈവസഭയിലേക്ക് വിളിക്കുന്നത്. ദൈവസഭയുണ്ട്, ജഡീക സഭയുണ്ട്, പ്രാകൃത മനുഷ്യനുണ്ട്, ആത്മീക മനുഷ്യനുണ്ട്, ആത്മശരീരമുണ്ട്, ജഡീക ശരീരമുണ്ട്. അപ്പോൾ ഈ ഇന്ന് ലവോദിക്ക സഭാകാലത്ത് കാണുന്ന സമ്പന്നൻ, ഞാൻ ധനവാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഈ പുരോഹിത വർഗവും, ഇത് മൂന്നാക്കി പഠിപ്പിക്കുന്ന പുരോഹിത വർഗവും ദൈവസഭയല്ല. ദൈവസഭ ചെറിയൊരു കൂട്ടം, ഇടുക്കുവാതിൽ അത് കണ്ടെത്തുന്നവർ ചുരുക്കമായിരിക്കും. അപ്പൊ ഈ കൂട്ടർക്ക് പരിശുദ്ധാത്മാവ് വേറെ ആയതുകൊണ്ട് ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അവനെ ലഭിക്കാൻ കഴിയില്ല. കാണുകയോ അറിയുകയോ ചെയ്യായികൾ എന്ന് വെച്ചാൽ എന്താ? ഞാൻ തന്നെ പോയി മടങ്ങി വരുമെന്ന് എഴുതി വച്ചിരിക്കുന്ന ബൈബിൾ അവർ പ്രസംഗിച്ചിട്ടും വന്ന പരിശുദ്ധാത്മാവ് ഈ യേശു ആണ് എന്ന് ഗ്രഹിക്കാത്തതിനാൽ അവർ കർത്താവ് യേശുക്കുറിച്ച് നമ്മൾ സ്ഥാനപ്പെട്ടിട്ടുമില്ല, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുമില്ല, അവർക്ക് ദൈവത്തിൻ്റെ മക്കൾ എന്ന അവകാശവും ലഭിക്കില്ല. അതാണ് യോഹന്നാൻ 14:17 ലോകം അവനെ, ലോകം എന്ന് വെച്ചാൽ ലോകത്താണ് ഈ സഭയെ വിത്ത് വിതച്ചത്, അതിനെ കളപ്പുര ശേഖരിക്കുന്നു. കളപ്പുര ശേഖരിക്കുന്നവർക്കോ ഇനി അങ്ങനെ പറഞ്ഞാൽ നിങ്ങളോ അവനെ കാണും, അവനെ അറിയുകയും അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയും ചെയ്യും എന്നാക്കാം. യോഹന്നാൻ 14:17. ഇനി ലോകത്ത് കാണാത്തവരോ ലോകം അവനെ കാണുകയില്ല, അപ്പോൾ നിങ്ങളോ കാണും. അതിനുണ്ട് നിങ്ങളോ കാണും, അറിയുക ചെയ്യാൻ അവന് ലഭിക്കില്ല. എന്നാൽ ഈ കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുമെന്നും അവരിൽ തന്നെ ഇരിക്കുമെന്നും പറയുന്നുണ്ട്. യേശു തന്നെ പറയുന്നത്. അത് നോക്കുക, യോഹന്നാൻ 14:17 നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. നോക്കൂ, യോഹന്നാൻ 14:17 തന്നെ രണ്ട് കൂട്ടരെ പറയണം. മരണത്തിനായുള്ളവർ, ഇത് മൂന്നാക്കുന്നവരെ കുറിച്ചും ഒന്നാക്കി വിശ്വസിച്ചിട്ട് സ്നാനം സ്വീകരിച്ച് ദൈവസഭയോട് ചേർന്ന് ദൈവവചന പ്രകാരം ജീവിക്കുന്നവരെ കുറിച്ചും യോഹന്നാൻ 14:17 തന്നെ പറയുന്നു. ആദ്യം പറയുന്നത് മരണത്തിനായി പറയുന്നു. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനെ ലഭിക്കാൻ കഴിയില്ല. അപ്പോൾ ലഭിക്കുന്ന ചെറിയൊരു കൂട്ടർ, നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കും. ഈ പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. നിങ്ങളിൽ ഇരിക്കുകയും, പരിശുദ്ധാത്മാവാണ് നമ്മൾ ഇരിക്കുന്നത്, നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയും. എങ്ങനെ അറിയും? അവൻ തന്നെയാണ് പുത്രനായിട്ട് വന്നതും അവൻ തന്നെയാണ് സൃഷ്ടികർത്താവായ ദൈവവും. അവൻ്റെ നാമമാണ് പിതാവിൻ്റെ നാമം കർത്താവ്, പുത്രൻ്റെ നാമം യേശു, പരിശുദ്ധ നാമം ക്രിസ്തു. അല്ലാതെ ഉള്ളവർക്ക് അറിയില്ല. അവരിത് അറിയാത്തത് കൊണ്ടാണ് മൂന്നാക്കുന്നത്. അറിയുന്ന നമ്മെ ഉപദ്രവിക്കുകയും ചെയ്യും. യേശുവിന് താഴോട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ശരീരത്തിൽ വന്നു നിൽക്കുന്ന യേശു പറയുകയാണ്, ശരീരത്തോടു കൂടെ ഇവിടെ ഇല്ല, പക്ഷെ ഇപ്പോൾ ആത്മാവായിട്ടാണുള്ളത്. ഈ ആത്മാവ് ഈ ശരീരം ആര് സ്വീകരിച്ചതാ? സൃഷ്ടിതാവായ ദൈവം. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയാണ് ജഡരക്തം ശരീരത്തിൽ വന്നിട്ട് ഈ യേശു തന്നെ പോയി മടങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നിട്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ 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 എന്നാ പറയുന്നത്. യേശു ക്രിസ്തു പറയാണ്, പുത്രൻ പറയുകയാണ്. പക്ഷെ സംസാരിക്കുന്ന ആരാ? അകത്തിരിക്കുന്ന ആത്മാവ്, ദൈവം സൃഷ്ടികർത്താവ് പറയാണ്. ആത്മാവ് പറയാണ്, ഞാൻ മുകളിലേക്ക് പോയി ശരീരത്തെ സ്വർഗീയടങ്ങൾ, ഇതാണ് ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് അധികാരത്തിനോടുകൂടി അവിടെ ശരീരം അറക്കപ്പെട്ട കുഞ്ഞാട്. എന്നിട്ട് ആ ആത്മാവ് തന്നെ വരികയും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഇവർ പറയുന്നു, അല്ലെങ്കിൽ യേശു നമ്മെ അനാഥരായിട്ട് വിട്ടിരിക്കുകയല്ലേ, വന്നത് മറ്റൊരുത്തനാണെങ്കിൽ. അടുത്ത യോഹന്നാൻ 14:19 തുടർന്ന് പറയാണ്, കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സഭകളിലിരിക്കുന്നവർ ഇന്ന് ഇത് മൂന്നെന്ന് പറയുന്ന ആരും പരിശുദ്ധാത്മാവാരെന്നറിയില്ല, പുത്രനാരെന്നറിയില്ല, പിതാവാരെന്നറിയില്ല. വെറുതെ പഠിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം ബുദ്ധിയില്ല. അധരം കൊണ്ട് സ്തുതിക്കുന്നു, ഹൃദയം കൊണ്ടോ അകലെ ആയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം, ഈ മൂന്നെന്ന് പഠിപ്പിക്കുന്നവർ എന്നെ, അതായത് ഈ യേശുവിനെ കാണില്ല. അവർ കണ്ടെങ്കിൽ പിന്നെ യേശു ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുമല്ലോ. കാണാൻ കഴിയാത്തതുകൊണ്ട് അവർ പരിശുദ്ധാത്മാവിനെ വേറൊരു വ്യക്തിയാക്കിയിരിക്കുന്നത്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, വേറൊരു പരിശുദ്ധാത്മാവിനെ എന്നെഴുതി ഞാനും വായിക്കുകയും പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നില്ലേ. പക്ഷേ യഥാർത്ഥ വെളിപ്പാട് ആണ്, ഞാൻ പോയി കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ തരും, ലോകം എന്നെ കാണുകയില്ല, അപ്പോൾ നിങ്ങളോ എന്നെ കാണും. കണ്ടോ, ലോകം കാണില്ല, നിങ്ങൾ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അതാ നിത്യജീവൻ. യേശു ക്രിസ്തു പോയിട്ട് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരുന്നു, അവൻ നിത്യജീവൻ പ്രാപിച്ചു. ഇടയ്ക്ക് വെച്ച് പോവുകയൊന്നുമില്ല, വീണ്ടെടുപ്പിൻ നാൾ വരെ മുദ്രയിട്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വേറെ എന്ന് പറയുന്ന വ്യക്തിക്ക് ആരെ അറിയില്ല? യേശു ക്രിസ്തുവിനെ അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ അറിയുന്നത് തന്നെ നിത്യജീവൻ. യേശു ക്രിസ്തുവാണ് പിതാവെന്നും യേശു ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവെന്ന് അറിയണം. അല്ല, യേശുവാണ് കർത്താവെന്ന്, യേശുവാണ് ക്രിസ്തു എന്നറിയാം. അത് വെളിപ്പാടില്ലാതെ വെറുതെ എഴുതി വെച്ചിരിക്കുകയല്ലേ. പക്ഷെ പരിശുദ്ധാത്മാവുള്ളവന് മനസ്സിലാകും, പുത്രൻ തന്നെയാണ് പിതാവ്, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. ഇത് അംഗീകരിക്കില്ല. അവൻ കണ്ടിട്ടുമില്ല, ഗ്രഹിച്ചിട്ടില്ല, അവരുടെ കൂടെ വസിക്കുന്നതുമില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു, നൽകില്ല. ഇനി യോഹന്നാൻ 14:20 ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും.
അതൊക്കെ വലിയ മർമ്മമാണ് ഇതൊക്കെ. നമുക്ക് ഉയർത്തെഴുന്നേറ്റ് പോകുന്ന യേശു ആണ് പറയുന്നത്, ഞാൻ പിതാവിലും, അതായത് പുത്രൻ വേറെ എന്ന് തോന്നുന്നു എങ്കിലും ഈ ഞാൻ എന്ന് പറയുന്ന ഈ ബോഡിയിലാണ് പിതാവ് വസിക്കുന്നത്. അപ്പോൾ ഞാനും പിതാവും ഒന്നാകുന്നു. പലരും വിളിച്ച് പറയാറുണ്ട്, പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ അവർ, അതായത് ക്രിസ്തു വിശ്വാസികൾ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഒരു ശരീരവും ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവും, അതായത് പുത്രൻ എന്ന ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ, നാം ഒന്നായിരിക്കുന്നത് പോലെ. മനസ്സിലായില്ല? ദൈവം പിതാവ്, ആ ദൈവത്തിൻ്റെ ശരീരമാണ് നാം കണ്ട യേശു എന്ന ബോഡി. ആ ബോഡിയും ആ ആത്മാവും ഒന്നുപോലെ. അപ്പോൾ ആ ആത്മാവ് പറയുന്നതും പ്രവർത്തിക്കുന്നതും ബോഡിയിലൂടെ പുറത്തു വരുന്നത്. ഇതുപോലെ തന്നെ യേശു പറഞ്ഞ പ്രകാരം പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരു ക്രിസ്തു വിശ്വാസി, അവർ ഈ പുതിയ നിയമസഭയിൽ വിശ്വസിക്കുന്ന അവർ നമ്മെപ്പോലെ, അതായത് നമുക്കൊരു ജഡീക ശരീരമുണ്ട്. ഈ ശരീരത്തിൽ ആര് വരുന്നു? പരിശുദ്ധാത്മാവ്. ഈ ദൈവമാണ് പുത്രൻ്റെ ഉള്ളിലിരുന്നത്. പുത്രൻ പോയിട്ട് തിരികെ പരിശുദ്ധാത്മാവായിട്ട് വരുന്നു. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർ, ഈ ക്രിസ്തു വിശ്വാസി നമ്മെപ്പോലെ, അവിടെ നമ്മെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകവചനമല്ല, ആ ഉദ്ദേശിക്കുന്ന ആ ആത്മാവ് ശരീരത്തിൽ ഇരുന്നത് പോലെ ഒന്നാകേണ്ടതിന്. എന്ത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ബൈബിളിൽ വായിച്ചിട്ട് വർഷക്കണക്കിന് BTH ഡിഗ്രികളെല്ലാം പഠിച്ചിട്ടും ജ്ഞാനത്തിൽ ഒന്നും ഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും. കണ്ടോ, യേശു ക്രിസ്തു വന്ന് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഇപ്പം നമ്മൾ ക്രിസ്തുവിലാണ്. എന്നിട്ടോ ആരെന്ന് മനസ്സിലാവണം, പരിശുദ്ധാത്മാവ് വേറെ ആളല്ല, ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും എന്ന്. എപ്പോഴും ഇപ്പോൾ ഇത് അറിയാതെ എത്രയോ ഇരിക്കും. ഞാനൊക്കെ ഈ പെന്തക്കോസ്തിൽ ഇരുന്നാണ്, കർത്താവിനോട് സേവ ചെയ്തിരുന്നതാണ്. അപ്പോഴെനിക്കറിയില്ലായിരുന്നു, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വെളിപ്പെടുത്തി തന്നു ഇതെല്ലാം ഒന്നാണെന്ന്. അപ്പോൾ അന്ന് നിങ്ങൾ അറിയും, അല്ലാതെ ആരും അറിയുകയില്ല. ഇനി അടുത്ത് 14:28, ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും. അപ്പോൾ ലോകത്തിൽ പോവില്ല. കാര്യം ലോകം കാണില്ല എന്ന് പറഞ്ഞു. കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത്, ഇത് ഇപ്പോഴാണ് വെളിപ്പെട്ട് വരുന്ന സമയത്ത്. ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തിൽ ഇരിക്കുന്ന ആരും ഇത് വിശ്വസിച്ച് പുറത്തേക്ക് വന്ന് വിശ്വാസ സ്നാനം സ്വീകരിച്ച് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. ഇവിടെ പലരുടെയും യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടിട്ട് അവിടുത്തെ ചില ഉപദേശങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട് പലരും വിളിച്ചിട്ടുണ്ട്. അവർക്കിത് വെളിപ്പാട് പറഞ്ഞു കൊടുക്കും. ഫോണിലൂടെ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ട് ഇരിക്കണം. അപ്പോഴും ഇവിടെ പോവില്ല, ലോകത്ത് പോവില്ല. അവർ സ്നാനം ശരിയാണ്, പക്ഷേ കഴിക്കുന്ന മന്ന തെറ്റാണ്. നോക്കൂ, ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും. ഈ എല്ലാവരുടെയും ഇത് വേറെ വേറെ എന്ന് പറയുന്നവരുടെ അടുക്കൽ മടങ്ങി വരില്ല. എങ്കിൽ പരിശുദ്ധാത്മാവിനും പുത്രനാരുന്ന പിതാവും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവനും അറിയും. പുത്രൻ ചെന്ന ദൈവാത്മാവ്, ഈ വിശ്വാസ സ്നാനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നവനെ ദൈവത്തിൻ്റെ പുത്രൻ ദൈവം മാത്രം അറിയും. ഈ പുത്രൻ മാത്രം ദൈവത്തെ അറിയും, ദൈവം മാത്രം പുത്രനെ അറിയും. പിന്നെ ഈ പുത്രൻ ദൈവാത്മാവിനാൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ഗ്രഹിക്കുന്ന നിങ്ങൾക്കും അറിയാൻ പറ്റും. അതുപോലെ ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. യോഹന്നാൻ 16:16 കൂടെ നോക്കുക. കുറഞ്ഞോ എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. അപ്പം നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ഇത് ഇവിടെ പറയുന്നത് നിങ്ങൾ കാണില്ല. ഇതിങ്ങനെ വരിയായിട്ട് നോക്കി ശ്രദ്ധിച്ച് പഠിക്കുക. യേശു കുറച്ച് മുമ്പേ പറഞ്ഞു, ലോകം എന്നെ കാണില്ല, നിങ്ങളോ എന്നെ കാണും. പക്ഷെ ലോകം കാണില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പോയി മടങ്ങി വരുമ്പോൾ ലോകം, വിശ്വാസി എന്ന് പറയുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ കാണില്ല. അപ്പോഴും പരിശുദ്ധാത്മാവ് പ്രാപിച്ച് മാളികമുറിയിൽ കൂടിയിരുന്ന് പരിശുദ്ധാത്മാവ് ലഭിച്ച് പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ ആ വിശ്വാസത്തിൽ നിൽക്കുന്ന നിങ്ങളോ എന്നെ കാണും. അത് പോയിട്ട് മടങ്ങി വരുന്ന സമയത്തുള്ള കാര്യമാണ് അത് പറഞ്ഞത്. ഇനി 16 പറയുന്നത് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് പോകുന്ന കാര്യം, പോയി വരുന്ന കാര്യം മുമ്പ് പറഞ്ഞു. 16 കുറഞ്ഞോ എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. നോക്ക്, പോയി മടങ്ങി വന്നാൽ നിങ്ങൾ കാണും, ലോകം കാണില്ല. ഇപ്പോൾ പറയുന്നത് ഞാൻ ഉയർത്തെഴുന്നേറ്റ് പോകാൻ പോവുകയാണ്, നിങ്ങൾ എന്നെ കാണില്ല. കാര്യം ശരീരമായിട്ട് മുകളിലേക്ക് പോവുകയാണ്. 10 ദിവസം കഴിഞ്ഞിട്ട് എന്താണെന്ന് അപ്പോഴറിയില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. നിങ്ങൾ എന്നെ കാണുകയില്ല. പിന്നെയും കുറഞ്ഞോ എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. എന്ത് കൃത്യമായിട്ട് ഇതൊക്കെ വായിച്ച് ഗ്രഹിക്കുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞു പോകും ദൈവാത്മാവിനാൽ. പക്ഷേ ഇത് നിങ്ങളിപ്പോൾ അനേകം പലർക്കും ഗ്രഹിക്കുന്നുണ്ടാവാം. കർത്താവേ സ്തോത്രം, യേശുവേ എന്ന് പറയും. പക്ഷേ മുള്ളിനിടയിലും പാറപ്പുറത്തും വഴിയരികിലും വീഴുന്നല്ലോ അവിടെ തന്നെ ഇരിക്കും. പിന്നെ പോയി ചോദിക്കുന്നത് ഈ വെളിപ്പാട് ലഭിക്കാത്ത, അല്ലെങ്കിൽ പാസ് പറ, അതേ കറക്റ്റ് അവിടെ തന്നെ ഇരിക്കും. അത് ജീവൻ വയ്ക്കണമെങ്കിൽ അവളെ വിട്ട് പോരുക തന്നെ വേണം. ദൈവത്തിൻ്റെ ഒരു രീതിയാണ് സെപ്പറേഷൻ. അവിടെ ഇരുന്നാൽ ശരിയാകില്ല. അവിടുത്തെ വീണ്ടും ഈ തെറ്റായ മന്നയല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല. നോക്കൂ, ഈ ബൈബിൾ മുഴുവനും ആത്മീകമായി മറ്റൊരു ബൈബിളാണ്. നിങ്ങളോടും പറയും സുവിശേഷം, അവർ മറ്റൊരു ബൈബിൾ, മറ്റൊരു ക്രിസ്തു. അതൊന്നുമല്ല. ഇപ്പം തന്നെ നോക്കൂ, ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പേ വരുന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ കാണും, ലോകം കാണില്ല. പോകുന്ന സമയത്ത് പറഞ്ഞ് നിങ്ങൾ കാണില്ല,
പിന്നെ കുറഞ്ഞു എന്ന് കഴിഞ്ഞ് ഞാൻ പോയി മടങ്ങി വന്ന് പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരും. അന്ന് നിങ്ങൾ കാണും, അപ്പോഴും ലോകം കാണുമെന്ന് പറയുന്നില്ല. ദേ പരിശുദ്ധാത്മാവ് വന്ന് ഞാനൊക്കെ പെന്തക്കോസ്തിരുന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു, കാണുന്നുണ്ട്, ഈ യേശു തന്നെയാണ് ഈ പറയുന്നതെന്നും അന്ന് കണ്ടു, ദേ പോയിട്ട് ഇന്ന് വന്നു അത് യേശു ക്രിസ്തുവാണ്, അതാണ് പിതാവെന്ന് മനസ്സിലായി. ലോകത്തിന് കാണാൻ കഴിയുന്നില്ല. എന്ത് സ്പഷ്ടമായി ഇതാണ് ദൈവവചനം വെച്ചിട്ടാണ് ന്യായം വിധിക്കുന്നത്. പുറത്ത് ഈ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വെച്ചിട്ടൊന്നുമല്ല ന്യായം വിധിക്കുന്നത്, സഭകളെ വെച്ചിട്ടല്ല ന്യായം വിധിക്കുന്നത്. ഓരോ ഏതെങ്കിലും ഒരു സഭയാണെങ്കിൽ ആ സഭയെ വെച്ച് ദൈവം മറ്റെല്ലാ സഭയും ന്യായം വിധിക്കണ്ടേ? ദൈവം തൻ്റെ വചനം വെച്ചിട്ടാണ് ന്യായം വിധിക്കുന്നത്. ഈ അന്ത്യനാൾ ഇതുപോലെ ഞങ്ങൾ സഭയിലൊക്കെ ഇതിനേക്കാൾ ശക്തമായി നല്ല വ്യക്തമായാണ് പഠിപ്പിക്കുന്നത്. ഇതൊന്നും പറയാൻ പാടില്ല വാസ്തവത്തിൽ. കാര്യം മുത്തെടുത്ത് യോഗ്യതയില്ലാത്തവരുടെ മുമ്പിൽ ഇടരുന്ന. പക്ഷേ അന്ത്യനാളിൽ ദൈവം തൻ്റെ മർമ്മങ്ങൾ തുറന്നു തരുമെന്ന് പറഞ്ഞ് ഉൽപ്പത്തി മുതൽ വെളിപ്പാടുള്ള സകല മർമ്മം ഈ ബൈബിളിനെ നമ്മൾ വായിക്കുമ്പോൾ ആത്മീയമായി മറ്റു കാര്യങ്ങൾ മറ്റൊരു ബൈബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുള്ള ഞാൻ അങ്ങനെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ മറ്റൊരു വെളിപ്പാടിൻ്റെ ബൈബിളുണ്ട്. ആ വെളിപ്പാടാണ് ഭക്ഷിച്ചുകൊണ്ട് ദൈവം അവനെയാണ് വെളിപ്പാടിൽ കെട്ടപ്പെടുന്നത് കർത്താവ് അവനെ കൊണ്ടും. ബാക്കി 99% നോഹയുടെ കാലം പോലെ ഇവിടെ വീണ് കിടക്കുന്നവരാ. മത്തായി 28:20. അപ്പോൾ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണില്ല, വീണ്ടും കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങളോ കാണും. മത്തായി 28:20. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ സ്നാനമെന്ന് പറഞ്ഞ ശേഷം മത്തായി 28:20 യേശു പറയണേ, യേശുക്രിസ്തു പറയാണ്, ശ്രദ്ധിക്കണം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. യേശുക്രിസ്തു ഉയർത്തിട്ട് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എന്ന് പറഞ്ഞാൽ 2000 വർഷം അനാഥരല്ലേ? ഇതോ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ വന്നപ്പോൾ മറ്റൊരു ഫാമിൽ പരിശുദ്ധാത്മാവായിട്ട് വന്നു. ഈ ആത്മാവാണ് ദൈവം എന്ന പരിശുദ്ധ ആത്മാവ്, അത് തന്നെയാണ് പരിശുദ്ധാത്മാവ്. ലോകം ഇതിനെ 3 പഠിപ്പിക്കുന്നത്. ഇനി യോഹന്നാൻ 16:23 പ്രാർത്ഥനയുടെ കാര്യമാണേ. ഇത് ഞാനിവിടെ നിർത്തുന്നു. തുടർന്ന് ഈ പ്രാർത്ഥനയുടെ കാര്യം നമുക്ക് തുടർന്നെടുക്കാം. അപ്പോൾ മനസ്സിലാവും ഈ പോയിട്ട് വന്നത് ആരാണ് എന്താണെന്ന് മനസ്സിലാവും. ഈ പ്രാർത്ഥിക്കുന്നത് പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു, പുത്രനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. അടുത്ത് കർത്താവ് മറ്റൊരു രഹസ്യം പറയുന്നുണ്ട്. അത് മറ്റുള്ളവർ വിശ്വസിക്കും, പക്ഷേ എന്താണ് എന്ന് നമുക്ക് തുടർന്ന് അടുത്ത നോക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.